അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അധർമ്മം പ്രവർത്തിച്ച അനീതി ചെയ്ത മുഴുവൻ ആളുകളെയും അവരുടെ നീതികേടിനെതിരെ ജനം ശബ്ദിച്ചിട്ടുണ്ട്. അത് ലോകത്തിൻ്റെ ഒരു ക്രമമാണ്. നേപ്പാളിൽ നമ്മൾ പുതിയ കാലത്ത് കണ്ട ഏറ്റവും വ്യക്തമായൊരു പ്രക്ഷോഭമുണ്ട്. അവിടെ ഭരണകൂടത്തിൻ്റെ ധിക്കാരപരമായ പ്രവൃത്തിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ജനങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയാണ്. അതേ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇസ്രയേലിലും തുടങ്ങാൻ പോകുന്നത്. ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഏറ്റവും കിരാതമായ ഭരണ നടപടികൾക്കെതിരെ മാത്രമല്ല, ലോകത്തിൻ്റെ മുന്നിലൊരു ചോദ്യചിഹ്നമായി വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക്, വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് അവിടെയുള്ള മനുഷ്യരെ കൂട്ടക്കുരുതി ചെയ്തതിൻ്റെ ദാരുണമായ ചിത്രങ്ങൾ ലോകം കാണുകയാണ്. പലപ്പോഴും പല രാജ്യങ്ങളും മൗനം പാലിച്ചിട്ടുണ്ടെങ്കിലും പുതിയ കാലം ഇസ്രായേലിനെതിരെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അറബ് ജനത ഒന്നടങ്കം ഖത്തറിനെ ആക്രമിച്ചതിന് ശേഷമുണ്ടായിരുന്ന ഒരു പ്രത്യേകമായ ഒരു കോർഡിനേഷൻ രംഗത്ത് വന്നിട്ടുണ്ട്. ഇസ്രയേലിനെതിരെ ലോകത്ത് ജനരോഷം നിരന്തരമായി ഉയരണം. ആ രാജ്യം ചെയ്തിട്ടുള്ള കൊടും ക്രൂരതയുടെ അപ്പോസ്തലനായ ബെഞ്ചമിൻ നെതന്യാഹുവിനെ ക്രൂരമായ പരസ്യമായ വിചാരണ ചെയ്ത് ഇവിടെ നിന്ന് ഉന്മൂലനം ചെയ്യൽ ഒരു ലോകത്തിൻ്റെ ആവശ്യം തന്നെയാണ്. നീതിയുള്ള ലോകത്ത് അനീതി വിളമാടുന്ന ഈ ലോകത്ത് നീതിയുടെ പടവാളായി ജനങ്ങളുടെ രോഷങ്ങൾ ഉയരട്ടെ. അതിനുവേണ്ടി നമ്മൾക്ക് പ്രത്യാക്ഷിക്കാം, പ്രാർത്ഥിക്കാം.